ഒരു കൊട കിട്ടി. നീ എന്റെ വന്നോ? താങ്ക്സ് സിസ്റ്റർ. എന്താ ഇത്? മലയാളിയാണല്ലേ? നടക്ക്, പ്രിൻസിയുടെ ബ്ലോക്ക് വരെ മതി. അയ്യടാ, ഇതെന്റെ കൂടെയാ. ഒരു കൂടെയല്ലേ പെങ്ങളെ? പെങ്ങളോ? ആരുടെ പെങ്ങള്? നീയൊക്കെ ഏതാടാ? ഇറങ്ങിക്ക രണ്ടും. പെർമിഷൻ പോലും ചോദിക്കാതെ വന്ന് കേറിയേക്കോ രണ്ടും. ശരത്തെ, നമ്മൾ എത്ര വലിയ തെറ്റാടാ ചെയ്തേ? സമ്മതം ചോദിക്കാതെ പെങ്ങളുടെ കൂടെ കയറാൻ പാടുണ്ടോ? ചേ, ശരിയാ, മോശം മോശം, വളരെ മോശം. ഡയലോഗ് അടിക്കണ്ട, ഇറങ്ങി പോടാ. അളിയ ഓടാന്ന്. പോട്ടിടാ, ഒന്നുമില്ലും പെങ്ങളല്ലേ. മോളിൽ ചെല്ല്, ചേട്ടന്മാര് നനഞ്ഞു വന്നോളാം. എങ്ങനെയാലും വാ, എനിക്കെന്താ. Excuse me, I'm new admission here. ஓ அப்படியா? எந்த கோர்ஸ்? BSc Computer Science. ஓகே, முதல்ல பிரின்சிபலை பார்க்கணும், அதுக்கப்புறம் ஒரு ஃபார்ம் ஃபில் பண்ணணும், then you can go to your class. ஓ ஓகே. ஏய், எங்க போற? பிரின்சிபலை കാണാൻ. சார் ஒரு அர்ஜென்ட் மீட்டிங்ல இருக்கு, நீங்க வெயிட் பண்ணு. ശരി. Why you guys are torturing me always? உங்க மாதிரி பசங்களை எல்லாம் படிக்க வைக்கிறது என் தப்பு. என்னடா நான் இங்க காமெடியா பண்ணிட்டு இருக்கேன், நீ எல்லாம் சிரிக்கிறதுக்கு. Look, this is your last and final warning. இதுக்கப்புறம் ஏதாவது கம்ப்ளைண்ட் கிட்ட கிடைச்சுன்னு வச்சுக்கோ, அதுக்கப்புறம் நீ எல்லாம் காலி. Get out. ஹலோ சொர்ணா, சௌக்கியமா இருக்கா? எப்ப நம்ம கல்யாணம்? என்ன நம்ம கல்யாணமா? എന്തേ, ഇൻട്രസ്റ്റ് ഇല്ലേ? വേണ്ടെങ്കിൽ വേണ്ട. ലവള് എന്താടാ? പെങ്ങള്. കടവുള്ള പെങ്ങളോ? ഇവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് വന്നതാണോ? ഇവളെ കണ്ടിട്ട് നമ്മുടെ പ്രിൻസിയുടെ ചിന്ന വീട് മോളാണെന്ന് തോന്നുന്നു. ആദ്യം വിളിച്ചായ എന്നടാ ഇങ്ക സത്തോ? വെളിയെ പോടാ. യെസ് സർ. പോട്ടെ പെങ്ങളെ. എന്താടാ? ഏയ്, ഒന്നുമില്ലടാ. Who is this? Sir, new admission. Come in. പ്രിൻസിപ്പൽ സാർ சொன்னதெல்லாம் நல்லா புரிஞ்சுதா? എന്റെ അമ്മ പറയുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. என்ன? നത്തി, എനിക്ക് മനസ്സിലായി. குட் ஃபார் யூ. இங்க ரவுடித்தனம் பண்றவங்க நிறைய இருக்கு, சோ டேக் கேர் ஆஃப் yourself. ஓகே. இதுதான் உன் கிளாஸ் ரூம், யூ கேன் ஜாயின் நவ. ஓகே, ரொம்ப நன்றி. புது அட்மிஷனா? அப்ப என் கூட இரு, ஜாலியா இருக்கும். ஓகே. கேரளா பொண்ணுதானா? ஐ எம் ஃப்ரம் கேரளா. உங்க ஃப்ரெண்ட் எல்லாம் இங்க வேணாம், சீக்கிரமா தமிழ் கத்துக்கோ. எனக்கு தமிழ் தெரியும். நான் வந்து பெரிய சூர்யா ஃபேன். நான் எல்லா மூவிஸும் நிறைய டைம்ஸ் பார்க்கும். ஐ லவ் ஹிம். அட, சூர்யா ஃபேனா? நானும் ஒன்னும் ஃபேன் தான். சூர்யா அண்ணன் தான் எனக்கு உயிர். என் நோட் புக்ல இருந்து டிஃபன் பாக்ஸ் வரைக்கும் சூர்யா அண்ணன் தான். அப்ப ஃப்ரெண்ட்ஸ். என் பேரு சித்ரா. இங்க பக்கத்து தான் என் வீடு. நான் ஸ்ரீதேவி. இப்ப காலேஜ் ஹாஸ்டல் தான் என் வீடு. சரிடி, அடுத்த வாரம் அண்ணனோட பர்த்டே. இங்க ரோஹிணி தியேட்டர்ல அண்ணனோட சிங்க படம் தான் ஓட்ட போறேன். நானும் என் அக்காவும் போறேன், നീ വരിയാ? എപ്പോ വന്നൂന്ന് ചോദിച്ചാ മതി. സരസുവിന്റെ കണ്ണും വെട്ടിച്ച് സിനിമക്ക് പോകാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. ഞാൻ ഉറപ്പായിട്ടും വരും. ഈ ഫിലിമിന് മാത്രമല്ല, എല്ലാ ഫിലിമിനും. என்னடி பைத்தியம் மாதிரி பேசிட்டு இருக்கு, நீ வரியா இல்லையா? நான் வரேன். பேசாம என் கூட வாடி, சேர்ந்து சாப்பிடலாம். இல்ல சித்ரா, இன்னைக்கு ஃபர்ஸ்ட் டே தானே. கேண்டீனை எக்ஸ்ப்ளோர் பண்ணிட்டு வரேன். நீ போய் കഴിച്ചോ? ஓகே, நான் கிளாஸ்ல தான் இருப்பேன். ஓகே. ഇതാണല്ലേ കോളേജ് ക്യാൻറ്റീൻ. കുഴപ്പമില്ല. എന്താ കഴിക്കുക? മെനു നോക്കട്ടെ. വെജ് പുലാവ്, സാമ്പാർ സാദം, തൈര് സാദം. അയ്യേ, ഇതൊക്കെ ആർക്ക് വേണം? ഹായ്, ചിക്കൻ
ചിക്കൻ ന്യൂഡിൽസ്. ഇത് ട്രൈ ചെയ്യാം. ക്യാൻറ്റീൻ ചെലവിലേക്ക് കുറച്ചുകൂടി ഫണ്ട് അയക്കാൻ അച്ഛനോട് പറയണം. അണ്ണാ, ഒരു ചിക്കൻ ന്യൂഡിൽസ്. ഇതാ താങ്ക് യു. അയ്യോ, എന്റെ ചിക്കൻ ന്യൂഡിൽസ്. എന്താടി കാണിച്ച്? അറിയാതെ പറ്റിയതാ, ഞാൻ കണ്ടില്ല. ഇതാണോ അറിയാതെ പറ്റിയത്? നിന്റെ കണ്ണെന്താ വർക്ക് ചെയ്യുന്നില്ലേ? അറിയാതെ വീണതാന്ന് പറഞ്ഞില്ലേ? വേറൊന്നും പറ്റിയില്ലല്ലോ. ഇത് കഴുകിയാ പൊക്കോളൂ. ഉഫ്, ഇത് പോകുന്നില്ല. എന്റെ കാല് പൊള്ളിയെന്ന് തോന്നുന്നു. പിന്നെ ശരിക്കും പൊള്ളിയിരുന്നത് നീ ഇപ്പൊ നിലവിളിച്ചോണ്ട് ഓടിയനെ. എന്തുവാടി കുശുഷിക്കുന്നേ? ആദ്യം മഴ നനയിച്ച്, ഇപ്പൊ ഇതേ പൊള്ളിച്ച്. കണക്കായിപ്പോയി. ഇപ്പൊ മനസ്സിലായല്ലോ. എന്റെ അടുത്തുനിന്ന് മാറി നിന്നോ, അല്ലെങ്കിൽ നിനക്ക് ഇനി എന്തേലും പറ്റും. നീ എന്താടി ഭീഷണിപ്പെടുത്തുന്നോ? താൻ പോടോ. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്റെ ഫസ്റ്റ് ഡേ തന്നെ ചളവാക്കി. അങ്ങനങ്ങ് പോയാലോ? എന്റെ ഷൂവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടേ മോള് ഇവിടുന്ന് പോണുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഷൂ കൊണ്ടുപോയി മ്യൂസിയത്തിൽ വെക്കാം. എന്തേ, മതിയോ? ഇച്ചിരി ന്യൂഡിൽസ് വീണേ പട്ടിഷോ. അത്രക്കൊന്നും വേണ്ടെന്നേ. മോള് ഒരു സോറി പറഞ്ഞിട്ടങ്ങ് പൊക്കോ. ആ, ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് മതി. നീ ആരാന്നാടി നിന്റെ വിചാരം? Hey, ennenkku kalada? What's this? Sir, she threw noodles on my brand new shoes. ആക്സിഡന്റലി സർ. ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞാ മതി, ഒരുപാട് തള്ളണ്ട. Enough. You two come to office. വന്നന്ന് തന്നെ എന്റെ ഇടയിൽ കൊളാക്കി. ആരാവൻ? ഹലവലാതി ഒട്ടകതലയൻ. ഒന്നുമില്ലല്ലോ, അവനൊരു മലയാളിയല്ലേ? ദുഷ്ടൻ. ഇനി എങ്ങനെ അവൻ എന്റെ നേരെ വന്ന ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. ഞാൻ ആരാന്നവൻ അറിയില്ല. നാളത്തെ ഡേ നന്നായ മതിയായിരുന്നു. എന്തായാലും എനിക്കിവിടെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ചിത്ര, നിത്യ, സെൽവം, ആവണി, തൻവി, ശ്രീരാജ്, പിന്നെ എന്റെ റൂംമേറ്റ് സ്നേഹ. കൂടെ ഒരു ശത്രു, പേര് പോലും അറിയാത്തൊരു ശത്രു. നാളെ അവനെ കാണാൻ ഇടവരല്ലേ മുത്തപ്പ? നാളെ എന്നല്ല, ഒരിക്കലും ഒരിക്കലും എനിക്ക് അവനെ കാണണ്ട. ഡി, എണീക്ക്. ലേറ്റായി, ക്ലാസ് കയറണ്ടേ? എണീക്ക്. കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ അമ്മ. ആരടി നിന്റെ അമ്മ? ഇത് നിന്റെ വീടല്ല, ഹോസ്റ്റലാ. എണീച്ച് ക്ലാസ് പോടി. സ്നേഹ, സമയം കുറയായോ? ഓ, ഞാൻ അലാറം വെച്ചതാണല്ലോ, പക്ഷെ കേട്ടില്ല. നിന്റെ അലാറം കേട്ട ഈ ഹോസ്റ്റലിൽ മൊത്തം എണീറ്റേ. എന്നിട്ട് നീ പോത്തുപോലെ ഉറക്കായിരുന്നു. പറഞ്ഞു നിൽക്കാൻ ടൈമില്ല, എണീറ്റ് പോകാൻ നോക്ക്. എനിക്ക് ഉച്ചക്ക് കയറിയാൽ മതി. ശരി. ഓ എന്റെ ശ്രീ, എന്തുറക്കായത്? വെറുതെ അല്ല സരസു രാവിലെ വെള്ളം കോരി ഒഴിക്കുന്നേ. മിസ് യു സരസു. എവിടെ പോയി കിടക്കുമായിരുന്നു? നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാ ഞാൻ കാത്തു നിന്നേ. നീ എന്നെയും കൂടെ ചീത്ത കേൾപ്പിക്കും. വേഗം വാ. സോറി ഡി, നാളെ തൊട്ട് ഞാൻ പക്കാ ടൈമിംഗ് ആയിരിക്കും. ഇന്നത്തേക്ക് ക്ഷമിക്ക്. അങ്ങോട്ട് നോക്കണ്ട, സീനിയേഴ്സാ. ഇവന്മാർക്ക് ഇനി മതിയായില്ലേ? വന്ന ഓപ്പണിംഗ് ഡേയുടെ അന്ന് തൊട്ട് തുടങ്ങിയതാ റാഗിങ്ങും പണിഷ്മെന്റും ഒക്കെ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നിർത്താറായില്ലേ? ഓ, സീനിയേഴ്സ് ആണല്ലേ. നീ മൈൻഡാക്കണ്ട, വേഗം നടക്ക്. അവരുടെ കൈ കെട്ടിയ പിന്നെ കണക്കാ. ആ ഗ്യാങ്ങിൽ പകുതി മലയാളീസാ. അതുകൊണ്ട് മലയാളീസിനെ തന്നെ തേടി പിടിച്ച് ഓരോന്ന് ചെയ്യിക്കും. എന്താടി, നിനക്കൊന്നും ചെവി കേട്ടൂടെ? എത്ര നേരമായി വിളിക്കുന്നു? അതിന് ഞങ്ങളെ ആരും വിളിച്ചില്ലാലോ. വിസിലടിച്ചത് നീ കേട്ടില്ലേ? വിസിലടിച്ച വിളി കേൾക്കാൻ ഞങ്ങൾ പട്ടികളൊന്നുമല്ല. ഇടീ വേണ്ട. ഓ, നാവിന് നീളം കൂടുതലാണല്ലേ? എന്തേ, കുറച്ചു തരുവോ? ഞാൻ കുറച്ചു തരാടി. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകാൻ ടൈമായി. മോൾക്ക് ക്ലാസ്സിൽ കയറണമെങ്കിൽ മോള് നോക്കാം. പക്ഷേ ഇവളിന്ന് ക്ലാസ്സിൽ കയറുന്നില്ല. പെങ്ങള് പേടിക്കൊന്നും വേണ്ട. ഇത് ചെറിയൊരു റാഗി. അത് കഴിഞ്ഞാൽ പിന്നെ പെങ്ങൾക്ക് പെങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഇവക്ക് ചില്ലറ പണിയൊന്നും കൊടുത്താ പോരാ, അഹങ്കാരി. എന്താടി നിന്റെ പേര്?
ശ്രീദേവി. ഉം. പേര് ശ്രീദേവി, സ്വഭാവം മൂദേവി. മൈൻഡ് യുവർ വേർഡ്സ്. ചൂണ്ടി സംസാരിക്കുന്നോളി. വീട്. அச்சச்சோ டேய் பாவம் புள்ள அது வலிக்குதடா. சிங்கக்குட்டி மாதிரி வந்தோம், இப்ப பாரு பூனைக்குட்டி மாதிரி அழுந்துட்டு இருக்கு. വീടടാ തേണ്ടി. അടങ്ങടി, നിന്റെ മര്യാദ പഠിപ്പിച്ചിട്ട് ഞാൻ വിടുന്നുള്ളൂ. എന്റെ കൈ കയറി പിടിച്ചിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കുന്നോ? വീടടാ പട്ടി. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇനി നിനക്ക് ആരുടെയും കൈ കയറി പിടിക്കാൻ തോന്നിയാ ഈ കിട്ടിയ ചവിട്ട് ഓർമ്മിച്ചാ മതി. ഇവളെ മതി മതി, നീ വന്നേ, വാ പോകാം. ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. എന്റെ കൈ കയറി പിടിച്ചാ പിന്നെ ഞാൻ വിളിച്ചോണ്ട് നിൽക്കണോ? എല്ലാരും എന്നെ വഴക്ക് പറഞ്ഞു, എന്നെ പേടിപ്പിച്ചു. ആ നിത്യ പോലെ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. വേണ്ട, എന്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ, അത് മതി. അല്ലെങ്കിൽ തന്നെ ഞാൻ അവനൊന്ന് ചവിട്ടിയല്ലേ ഉള്ളൂ. അവനെന്റെ കൈ പിടിച്ചുടിച്ചിട്ടല്ലേ. ഇനി അവൻ പ്രതികാരം ചെയ്യാനൊന്നും വരുമോ? ആ, ചെലപ്പോ വരുമായിരിക്കും. ഒരുമാതിരി കാട്ടുപോത്തിന്റെ സ്വഭാവമുള്ളവനാ. ഞാനൊന്ന് സൂക്ഷിക്കണം. തൽക്കാലം വീട്ടിലൊന്നും പറയണ്ട, അവരും കൂടി അറിഞ്ഞാ തീർന്നു. നാളെ തന്നെ പെട്ടിയും പ്രമാണം എടുത്തോണ്ട് വണ്ടി കയറേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട. അവനൊന്നും പറ്റിക്കാണില്ലല്ലേ? ഏയ്, ഒരു ചെറിയ ചവിട്ടല്ലേ, എന്ത് പറ്റും? ഇനി ഏതായാലും അവന്റെ മുന്നിൽ പെടാതിരിക്കുന്ന സേഫ്. എന്റെ കൂടെ നിൽക്കാൻ ഒരുത്തിയും കാണൂല. എന്റെ മുത്തപ്പ, ആ ഒട്ടകത്തലേന് നല്ല ബുദ്ധി കൊടുക്കണേ, എന്നെ എല്ലാ ആപത്തിനും കാത്തു രക്ഷിക്കണേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല. അവനെ ഞാൻ മര്യാദക്ക് കണ്ടതുപോലുമില്ല. എന്റെ ചവിട്ട് കെട്ടിട്ട് നിന്നതാണോ അതോ ഇനി വേറെ വല്ല പണിയും തരാനാണോ ഒന്നും അറിയില്ല. ആ പ്രാന്തൻ കാണുന്നേയില്ലല്ലോ. അതിന് ഞാൻ അവനെ നോക്കി അടക്കാണോ? ഏയ്, ഒരിക്കലുമല്ല. എന്നാലും എവിടെയെങ്കിലും കാണണ്ടേ? എവിടെയെങ്കിലും പോട്ടെ, ഞാൻ സേഫ് ആണല്ലോ, അത് മതി. എന്തായാലും ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. സമാധാനത്തോടെ ക്യാമ്പസ് എൻജോയ് ചെയ്യാം. നീ ആരെയാ ഈ നോക്കുന്നേ? ഞാനോ? ആരെ നോക്കാൻ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. നീ ആരെയോ അന്വേഷിച്ച് നടക്കുന്ന പോലെയാ ഫുൾ ടൈം. ബോഡി ഇവിടെയാണേലും മൈൻഡ് വേറെ എവിടെയോ. ഓ അതോ, വേറൊന്നുമല്ല. ഞാനന്ന് ചവിട്ടിയില്ലേ, അവനിങ്ങനെ പ്രതികാരം ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഒരുൾഭയം, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടല്ലോ. ആഹാ, അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? അന്നത്തെ ചവിട്ട് കണ്ടപ്പോ ഞാൻ കരുതി നിനക്ക് ഒടുക്കത്തെ ധൈര്യമായിരിക്കുമെന്ന്. ഏയ്, ധൈര്യമൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഏതായാലും ഞാൻ അവനെ കണ്ടിട്ട് കുറച്ചായി. നിന്നെ ചവിട്ടി കിട്ടിയിട്ടേന് വല്ലതും പറ്റിയോ എന്തോ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ, ഞാൻ പതുക്കെയല്ലേ ചവിട്ടിയേ. പിന്നെ അവന്റെ ഹാർട്ട് വരെ തെറിച്ചു പോകുന്ന പോലെയാ നീ ചവിട്ടി വീഴ്ത്തിയെ. ആ, സാരമില്ല, അവന്റെ കയ്യിലിരിപ്പിന്റെയാ. എന്നാൽ അവനിതെവിടെ പോയി? എന്താ ചിത്ര? ஒரு சின்ன ப்ராப்ளம். அக்கா வீட்டுல எமர்ஜென்சியா போனோம். ஆனா இங்க ஸ்போர்ட்ஸ் ரூம்ல வேலை இன்னும் முடியல. நீ ஒரு உதவி பண்ணு, அங்க போய் போஸ்டர்ஸ் எல்லாம் ஒன்னு அரேஞ்ச் பண்ணிடு. അയ്യോ, അത് കുറയില്ലേ, എന്നെ കൊണ്ടൊന്നും വയ്യ. நீ என் செல்லம் தானே, அக்கா வீட்டுல போயிட்டு ஆகணும். நீ இந்த உதவி மட்டும் பண்ணிடு. உனக்கு பிக்சர்ஸ் எல்லாம் ஆல்ரெடி அனுப்பியிருக்கு, அதை பார்த்து அரேஞ்ச் பண்ணிட்டா மட்டும் போதும். கொஞ்சம் ஹெல்ப் பண்ணடி ப்ளீஸ். ഓക്കെ. என் சமுத்து நிக்கா, எனக்கு லிஃப்ட் வேணும், என் கூட வா. വാ. ഓ, അപ്പൊ ഞാൻ ഒറ്റക്കായി. ഓരോരോ വയ്യാവലികള്.
പഠിച്ചോനി ഞാൻ തീർന്നു. ഹായ്. തന്നോട് ഹായ് പറഞ്ഞ എന്താ കേട്ടില്ലേ? ഹായ്. ഗുഡ് ഗേൾ. இந்த மாதிரி ஒரு குட் கேர்ள் தமிழ்நாட்டிலே கிடையாது. വിട്ട് കളയടാ. പോട്ടെ. ശ്രീ ദേവി. ചവിട്ടുകൊണ്ട് ഇവന്റെ കിളി പോയോ? എന്തേലാവട്ടെ, പണി തീർത്ത് വേഗം സ്കൂട്ടാവാ. ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. டேய் மச்சா, நீ போயிடு, நான் வரேன். എവിടേക്കാ? வந்துட்டு பேசலாம், நீ போ. ஸ்ரீதேவி, എന്താ? வேற எதுவும் இல்லே, உங்ககிட்ட பேசலாம்னு நினைச்சேன். ഞാൻ പോകുക, എനിക്കൊന്നും പേശാനില്ല. என்னடி இவ்வளோ திமிரா? വഴിന്ന് മാറ്, ഞാൻ പോട്ടെ. நீ இங்க இருந்து எங்கேயும் போக வேணாம். எங்களை எல்லாம் முட்டா நினைக்கிறியா? என்னடி நீ அவ்வளோ ஸ்பெஷல்? சீனியர்ஸ் கிட்ட வம்பு பண்ணிட்டு ஸ்மார்ட் கேர்ள் நினைப்பா? മാറി നിക്കടാ. ஏன் கேட்டியா? വിട്. அழகான உதடுகள், ஒரு கிஸ் கொடுப்போமா? ശേഖർ, ഇവരിതെവിടെ പോയി? நீ இங்கே இருந்து தொலை. ഡോർ തുറക്ക്. ഏയ്, ഡോർ തുറക്ക്. ആരെങ്കിലും ഉണ്ടോ? ഹലോ, പ്ലീസ് ഹെൽപ്പ്. നീ എവിടെയാടാ പോയേ? ഒന്നും ഇല്ല മച്ചാ, വാ കിളമ്പലാം. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഡോർ തുറക്കുവോ? ഇതവൻ ചെയ്യിച്ചതാ, അവൻ തന്നെ ചെയ്യിച്ചതാ. നീ അടിക്കുന്നില്ലേ? ഇന്ന് വേണ്ട മോനെ, ഒരു മൂടില്ല. எனக்கு வந்து இன்னைக்குதான் மூடு. അതെന്താടാ? இது பாரு, ഇത് സ്പോർട്സ് റൂമിന്റെ കീ അല്ലേ? ഇതെന്താ ഇപ്പൊ നിന്റെ കയ്യില്? அந்த பொண்ணை பூட்டி போட்டாச்சு. ഏത് പെണ്ണ്? அந்த பொண்ணுதான் ஸ்ரீதேவி. அவ இப்போ அந்த ஹாலுக்குள்ளே இருக்குமே. നീ എന്താണ് കാണിച്ചേ? எதுவும் பண்ண முடியல, அதனால பூட்டி போட்டேன். பொம்பளைங்க திமிர இருக்க கூடாது. കൊച്ചേ, താക്കോല് താടാ. ചേർത്തെ, നിന്റെ വണ്ടി ഞാൻ എടുക്കുവാ. എടാ, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. വേണ്ട, ഞാൻ പൊക്കോളാം. നീ നാളേക്ക് കൂട്ടിയിരിക്കും. ശ്രീദേവി, പേടിക്കണ്ട, ഞാനാ. നീയല്ലേ അവനെ പറഞ്ഞു വിട്ടത്? സത്യമായിട്ട് ഞാനല്ല, ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. അതുകൊണ്ടല്ലേ ഓടി വന്നേ. ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം, വാ.